ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മോമി ആൻഡ് എമി. ഇന്നൊരു ഹസ്ബൻഡ് സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിന്റെ റെസിപ്പിയും വീഡിയോ കേട്ടേഴ്സും ഒക്കെ ആൾക്കാണ്. എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പ്ലീസ് വീഡിയോ ഒന്ന് മറക്കാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടാവും. വലിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കനിലോട്ട് 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂണ് നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ്: ഒരു 4 വലിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഒരു 3 തക്കാളിയും മല്ലിച്ചപ്പും, 4 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി പാനിൽ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എണ്ണ എടുത്തിട്ടുള്ളത്. ആദ്യം ക്യാഷ് ഒന്ന് ആയി വരുമ്പോൾ അതിലോട്ട് മുന്തിരിയും കൂടെ ചേർത്ത് വറുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഉള്ളി സ്ലൈസ് ആക്കി നേരിയതാക്കി കട്ട് ചെയ്തിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഫൈനലായിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ അങ്ങോട്ട് കരിയിച്ചെടുക്കണ്ട, എന്നാലും ഒന്ന് ഫ്രൈ ചെയ്ത രൂപത്തിലാക്കി എടുത്താൽ മതി. ഇനി മസാല ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യും ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ചേർത്ത് 5 ഏലക്കായി, 2 പട്ട, ഒരു 6 ഗ്രാമ്പും ഒരു ബേ ലീഫും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച 4 സവാള ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് ആണ്. മുളക് ഞാൻ ഇതിൽ ഒരു 4 ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. അതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ നല്ല 3 പഴുത്ത തക്കാളി ചെറുതാക്കി എറിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് മല്ലിയില പുതിന കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൂടുതൽ വെള്ളത്തിൽ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട്. ഒരു 90% വേവായിക്കോട്ടെ. ഇനി ഫൈനലായിട്ട് മസാലയിലോട്ട് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ദമ്മിടാൻ തുടങ്ങാം. 90% വേവായ ബസ്മതി റൈസ് ഒന്ന് ഹാഫ് പോർഷൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സാധാ പോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള ഒനിയനും കാഷ്യും മല്ലിയില പുതിനയിലും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള റൈസിന്റെ സെക്കൻഡ് പോർഷനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. വീണ്ടും മേലെയായിട്ട് ഒനിയനും കാഷ്യും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും അല്പം നല്ല പ്യുവറായിട്ടുള്ള പശു നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ ബിരിയാണി പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. ഇനി മൂടി വെച്ച് ദമ്മിട്ട് കാത്തിരിക്കേണ്ട സമയം മാത്രം. 15 to 20 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മസാലയും ചിക്കനും റൈസെല്ലാം കൂടെ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കാൻ തുടങ്ങാം. ഒന്നാകെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാതെ സൈഡിൽ നിന്ന് കുറച്ചാക്കി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനൊരു ഫ്രൈഡ് ബിരിയാണി ബസ്മതി റൈസിൽ കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടാവും. എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി വെക്കുകയാണെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണേ. എൻ്റെ വീഡിയോ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.